അപ്പോൾ നമ്മുടെ റെഡ് ഇന്നോവയുടെ വർക്ക് ഇവിടെ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾക്ക് 2006 മോഡൽ ഇന്നോവ വന്നിട്ടുണ്ട്. ഒരു വൈറ്റ് കളർ വണ്ടിയാണ്. നമ്മൾക്കിത് ഫുൾ റീസ്റ്റോറേഷന് വേണ്ടി വന്നിരിക്കുന്നൊരു വണ്ടിയാണ്. റെഡ് കളർ അടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നൊരു വണ്ടിയാണ്. വണ്ടി ബോഡി ഒരുപാട് വീക്കാണ്. ബോഡി ഒരുപാട് വീക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുട്ടി ഒരുപാട് കീറിയിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം ഓരോ പാനലിലും ഒരുപാട് പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാനലിന് ഒരുപാട് പുട്ടി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പെയിൻറ്റിൻ്റെ ലെയർ ഒരുപാട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ റെസ്റ്റ് ഉണ്ട്, നോർമലായിട്ട് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഫുള്ളായിട്ട് നമ്മൾക്ക് ക്ലിയർ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഡാർക്ക് കളറാകുമ്പോൾ നിങ്ങൾ ഏതൊക്കെ ഇപ്പോൾ പെയിൻറ്റ് കളർ സെലക്ട് ചെയ്യുമ്പോഴും ഡാർക്ക് കളറാകുമ്പോൾ ബോഡിക്ക് ഷേപ്പ് വന്നില്ലെങ്കിൽ ഒരുപാട് മെനകേടും കാര്യങ്ങളൊക്കെ തോന്നിക്കും. അപ്പോൾ നമുക്ക് മാക്സിമം ഇതിൻ്റെ ബോഡി ഷേപ്പും കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കണം. ഇപ്പോൾ പുട്ടി ഒരുപാട് കയറിയിട്ടുണ്ടെങ്കിൽ പഴയ പുട്ടി ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നല്ല പുട്ടിയിട്ട് ക്ലിയർ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഈ വണ്ടിയുടെ അഴിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാം. ഒരു വാഹനം പെയിൻറ്റിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു കാര്യമാണ് പ്രോപ്പറായിട്ടുള്ള റിമൂവ് ഫിറ്റിങ്. അതായത് നമ്മളൊരു പാർട്സ് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാർട്സ് ആ ഒരു സെറ്റിങ്ങിൽ തന്നെ വീണ്ടും റീസെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ ഇല്ലാണ്ട് നല്ല രീതിയിൽ സെറ്റിങ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ്. നമ്മൾ ഈ വണ്ടിയിൽ ഉപയോഗിക്കുന്ന പെയിൻറ്റ് എന്ന് പറയുന്നത് ക്യാപ്സിയുടെ പെയിൻ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ വണ്ടിയിൽ നിന്നല്ല, നമ്മൾ ഗാരേജിൽ യൂസ് ചെയ്യുന്ന ക്യാപ്സിയിൽ 2K ക്വാളിറ്റിയിലുള്ള പെയിൻ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്കിപ്പോൾ ബോഡി ഷേപ്പും കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് അക്കായി എന്ന് പറഞ്ഞ കമ്പനിയുടെ ബോഡി ഫില്ലറാണ് യൂസ് ചെയ്യുന്നത്. അതെടുത്ത് ഫുള്ളായിട്ട് തന്നെ ബോഡി ഫില്ലറും കാര്യങ്ങളും ബോഡി ഷേപ്പും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് എടുക്കും. ഫസ്റ്റ് ഡെൻറ്റിങ് കഴിഞ്ഞു, പക്ഷേ അതിൻ്റെ വീഡിയോ നമുക്ക് കാണിക്കാനായിട്ട് സാധിച്ചില്ല. ഇപ്പോൾ ബോഡി ഫില്ലർ ഒരുപാട് വന്നിരിക്കുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് അപ്ലൈ ചെയ്യേണ്ടത് 2K പ്രൈമറാണ്. അപ്പോൾ നമ്മളുടെ വൈറ്റ് ഇന്നോവ ഈ ഒരു കണ്ടീഷനായിട്ടുണ്ട് കേട്ടോ. അതായത് ഫ്രണ്ടെല്ലാം സെറ്റിങ് കഴിഞ്ഞു, പ്രൈമർ കോട്ട് എല്ലാം കഴിഞ്ഞു. അതായത് സൈഡ് നിങ്ങൾക്കറിയാം, നേരത്തെ കണ്ടിരിക്കുന്ന വണ്ടി, അതായത് സൈഡ് ഫുള്ളും ഷേപ്പ് ഔട്ടായിരുന്നു വണ്ടി. അപ്പോൾ വണ്ടി ഫുൾ ഷേപ്പ് എടുത്ത് ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് സെറ്റിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ പെയിൻറ്റിങ് ആണ്. വണ്ടി ഇവിടെ കിടക്കണം, നോക്കേണ്ട, വെയിലത്തിട്ടാണതാണ്. 2K പ്രൈമർ അടിച്ചാൽ വണ്ടി വെയിലത്തിടാറുണ്ട്. ഈ ഒരു കണ്ടീഷനായിട്ടുണ്ട് കേട്ടോ. ബാക്ക് കാണിച്ചു തരാം. ബാക്ക് ഡിക്കി ചേഞ്ച് ചെയ്തു. ഡിക്കി സെക്കൻഡ് ഹാൻഡ് ഒരു ഡിക്കി ചേഞ്ച് ചെയ്തു. ഡിക്കി മൊത്തം കംപ്ലൈൻ്റ് ആയിരുന്നു, അത് സെക്കൻഡ് ഹാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വാഹനം പെയിൻറ്റിങ്ങിന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ ടോപ്പ് ബ്ലാക്ക് അടിക്കണം, അതുപോലെ തന്നെ താഴ്ഭാഗത്ത് വേറെ കളർ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ലേബറിൽ വ്യത്യാസം ഉണ്ടാവും. നമ്മളിപ്പോൾ 45,000 രൂപയാണ് ഇന്നോവ ഫുൾ പെയിൻറ്റിങ് വേണ്ടി നമ്മളെ ഗാരേജിൽ വാങ്ങുന്ന ഇപ്പോഴത്തെ റേറ്റ്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ടോപ്പ് ബ്ലാക്ക് അടിക്കണം, അതുപോലെ തന്നെ ബാക്കിയുള്ള ഗ്രില്ലും സാധനങ്ങളൊക്കെ ബ്ലാക്ക് അടിക്കും. ഇപ്പോൾ നാഡോ ഗ്രേ അടിക്കണം, ആ ഒരു കോമ്പോയിലൊക്കെ അടിക്കാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് 5,000 രൂപയോളം അഡീഷണൽ ചാർജായിട്ട് വരും. വേറൊന്നുമല്ല, നമ്മളിപ്പോൾ ടോപ്പ് ബ്ലാക്ക് അടിക്കുന്ന വാഹനമായി ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ ടോപ്പ് ബ്ലാക്ക് അടിച്ചതിന് ശേഷം നമുക്ക് അന്ന് തന്നെ ആ വണ്ടി ബൂത്തിൽ നിന്ന് പെയിൻറ്റ് അടിച്ച് ഇറങ്ങാനായിട്ട് സാധിക്കില്ല. കാരണം ടോപ്പ് ബേസ് കോട്ട് അടിച്ചതിന് ശേഷം പിന്നെ പിറ്റേ ദിവസം നമ്മൾക്ക് ആ അടിച്ചിരിക്കുന്നത് മാസ്കിങ് ചെയ്ത് അതിന് ശേഷം നമ്മളുടെ ഇപ്പോൾ റെഡ് കളറാണ് നമ്മൾ ഈ വണ്ടിക്ക് വന്നിരിക്കുന്നത്. റെഡ് കളർ പെയിൻറ്റ് ഫുള്ളായിട്ട് തന്നെ അപ്ലൈ ചെയ്തതിന് ശേഷം ടോപ്പിലെ മാസ്ക് റിമൂവ് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ ക്ലിയർ ഫുള്ളായിട്ട് അടിക്കുന്നത്.
ഈ വണ്ടിക്ക് ഡാഷ്ബോർഡ് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നറിൽ ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം പെയിൻറ്റിങ് ചെയ്യാനുണ്ട്. ഫുള്ളായിട്ടുള്ള മാറ്റ് ഫിനിഷിങ്ങിലേക്ക് ഡാഷ്ബോർഡ് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സീറ്റ് വർക്ക് ഉണ്ട്. സീറ്റ് വർക്ക് ഫുൾ മാറ്റ് ഫിനിഷിങ്, ഫുൾ ബ്ലാക്ക് ഫിനിഷിങ്ങിലേക്ക് ആക്കി മാറ്റാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ ഡാഷ്ബോർഡ് പെയിൻറ്റിംഗ് ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അതിന് ശേഷമാണ് കട്ടിംഗ് പോളിഷും കാര്യങ്ങളെല്ലാം വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ റെഡ് ഇന്നോവ നമ്മൾക്ക് കുറച്ച് ടൈം എടുത്ത് ഈ വണ്ടി ഫുള്ളായിട്ട് വർക്ക് തീർക്കാനൊക്കെ ആയിട്ട്, കാരണം ലോക്ക്ഡൗൺ കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ നമ്മളുടെ റെഡ് ഇന്നോവ ഫുൾ പോളിഷും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഒരു കണ്ടീഷനായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ ഇന്നർ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഇന്നർ സൈഡിൽ സീറ്റും കാര്യങ്ങളൊക്കെ സ്പോർട്ടി ടൈപ്പ് സീറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. തൈ സപ്പോർട്ടൊക്കെ കൊടുത്ത് വിൻസൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ സീറ്റ് വർക്കും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയൽ നാപ്പിയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്ലോർ മാറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഡാഷ്ബോർഡ് ഫുൾ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ വരികയാണെങ്കിൽ ബമ്പർ നമ്മൾ സ്പോർട്ടി ടൈപ്പ് ബമ്പർ കൊടുത്തു. അത് കസ്റ്റമർ തന്നെ കൊണ്ടുവന്നതാണ്. അതിൻ്റെ പുട്ടി വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഫുൾ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്ത് ക്ലിയർ ചെയ്തെടുത്തു. അങ്ങനെ നമ്മുടെ വണ്ടി ഫുള്ളായിട്ട് വണ്ടി കംപ്ലീറ്റ് ആയി. 2006 മോഡൽ ഇന്നോവയാണിത്. ഈ വണ്ടി ഫുൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്നർ സൈഡിൽ പോവുകയാണെങ്കിൽ നമ്മളൊരു ബ്ലാക്ക് കോംബോ ചെയ്തതാണ്. കാരണം അതിന് പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ വണ്ടി ഫുൾ വർക്കും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ ഈ ഒരു വണ്ടി ഡെലിവറി ചെയ്തത് വൈകുന്നേരമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇതിനെ സിനിമാറ്റിക് ഷോട്ടും കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് സാധിച്ചില്ല, ക്ഷമിക്കുക. അപ്പോൾ ഈ വാഷിങ്ങിൽ നിന്ന് ഇറങ്ങണ ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ റെഡ് ഇന്നോവയുടെ വർക്ക് ഇവിടെ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വർക്ക് നൈറ്റാണ് അവർ ഡെലിവറി പോണത് വണ്ടി. അപ്പോൾ നമ്മുടെ റെഡ് ബ്യൂട്ടി പേരൊക്കെ ഞാൻ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അത്ര അടിപൊളിയായിട്ടുണ്ടെന്നാണ് ഇവർ പറഞ്ഞത്, ഞാനല്ല പറയണത്. എങ്ങനെയുണ്ട് അല്ലേ? അപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ വണ്ടി കൊണ്ടുപോകണം, അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ വൈകിട്ടായി പോയി ഡെലിവറി, കാരണം വാഷിംഗ് ഉണ്ടായിരുന്നു. പിന്നെ അടിയിൽ സ്കർട്ടിങ് കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് ഇപ്പോൾ വണ്ടി പോകണം കേട്ടോ. അപ്പോൾ ഇൻസ്റ്റയിൽ വെട്ടി തിളങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു, കാരണം അതിനുള്ള വണ്ടി ഉണ്ട്. ബാക്ക് നോക്കാം, ബാക്ക് ശരിയാ. ആ പറഞ്ഞിട്ടുണ്ട്.